മിമിക്രിക്കാരെന്ന് പറയുന്നത് മലയാളികൾ എപ്പോഴും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന കലാകാരന്മാരാണ്. കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, കണ്ണീരല്ല മവളല്ലേ കട്ടത്, കരയല്ല കടലല്ലേ കണ്ടത്. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള നമ്മുടെ വീട്ടിലെ സ്വന്തം അംഗം എന്ന് വരെ തോന്നുന്ന സോഷ്യൽ മീഡിയ അടക്കി വാണുകൊണ്ടിരിക്കുന്ന ഒരു തൊണ്ടയിൽ നിന്ന് ഇത്രയധികം ശബ്ദങ്ങൾ വരുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ഞങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടമുള്ള കലാകാരൻ മഹേഷ് കുഞ്ഞുമോനാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. ഒന്ന് സാധാരണ എന്നെ വിളിക്കുന്നതല്ലെന്ന് വിളിച്ചേ, ഞാൻ ചേച്ചിന്ന് വിളിക്കാറ്. അങ്ങനല്ല, ഏഞ്ചലേ. ഭയങ്കര സന്തോഷം മഹേഷേ, ഭയങ്കര സന്തോഷമാണ് കേട്ടോ മഹേഷിനെ ഇങ്ങനെ കാണുമ്പോൾ. കാരണം ഞാൻ പറഞ്ഞ ഇൻട്രോ ഒന്നും ഒരു നുണയും കാരണം കറക്റ്റായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ വീട്ടിലെ ഒരു അംഗം എന്നുള്ളൊരു സ്നേഹമാണ് മഹേഷിനോട് എപ്പോഴും ഉള്ളത്. മഹേഷിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരുപാട് പേര് പ്രാർത്ഥനകൾ എപ്പോഴും മഹേഷിൻ്റെ കൂടെ ഉണ്ട്. അപ്പം ഈ ഒരു മായിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെയാണ് വന്നിട്ടുള്ളത് അല്ലേ? അന്ന് പറയൂ, വിശേഷങ്ങളൊക്കെ കേൾക്കട്ടെ. ഞാൻ ഇപ്പോൾ മായിലെ മെമ്പറായ ശേഷമുള്ള രണ്ടാമത്തെ ജനറൽ ബോഡിയാണിത്. വർഷത്തിലൊരിക്കലാണ് എല്ലാവരും ഒരുമിച്ച് കൂടുന്നത്. പിന്നെ ഇത്രയും സീനിയർ ആർട്ടിസ്റ്റുകളോടൊപ്പം അവരുടെയൊക്കെ ഇപ്പോൾ സ്റ്റേജിൽ ഓരോരുത്തരും പെർഫോം ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു നൊസ്റ്റാൾജിയ അടിക്കുന്നുണ്ട്. കാരണം നമ്മൾ മിമിക്രിയിലേക്ക് വരാൻ കാരണമായിട്ടുള്ള പലരും ഇവിടെയുണ്ട്, അവർ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരോടൊപ്പം ഒരു സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റിയത് വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുന്നു. കാരണം ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു കുടുംബമാണ് എന്ന അസോസിയേഷൻ. അപ്പോൾ മായിൽ അംഗമാവാൻ കഴിഞ്ഞതിൽ വലിയൊരു സന്തോഷമുണ്ട്. ഒപ്പം ഈ ജനറൽ ബോഡിയിൽ വന്നു എല്ലാവരും കാണാൻ ഓരോരുത്തരും വന്ന് സംസാരിക്കുമ്പോഴൊക്കെ ഒരുപാട് സന്തോഷം. കാരണം ചെറുപ്പകാലത്തൊക്കെ നമ്മൾ ടി വിയിൽ മാത്രം, നിങ്ങളെ പ്രേക്ഷകരെ പോലെ തന്നെ ടി വിയിൽ മാത്രം ഇവരുടെ പെർഫോമൻസ് കണ്ട് മിമിക്രിയിൽ ഇൻട്രസ്റ്റ് ആയ ഒരു ആർട്ടിസ്റ്റാണ് ഞാൻ. അപ്പോൾ ഇത്തവണ അവരോടൊപ്പം നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷം. ആൻഡ് എനിക്ക് തോന്നുന്നു മഹേഷ് ആക്ച്വലി സംസാരിക്കുമ്പം മഹേഷ് ഇനി ഞങ്ങൾക്ക് സംസാരിക്കേണ്ട പകരം എന്താ അറിയോ, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഓരോരുത്തരായിട്ട് ആൻസർ പറഞ്ഞാൽ മതി. ഇഷ്ടമുള്ള താരങ്ങളെ പോലെ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. എല്ലാവരുടെ സ്റ്റേജിൽ ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ആയിട്ട്. ഓ ശരി. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ഞങ്ങളെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മളിപ്പം തുടർഭരണം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ ഞങ്ങളുടെ പിണറായി സാറിൻ്റെ വാക്കിലൊരു നല്ലൊരു ആശംസ മാക്കി പറയുവാണെങ്കിൽ എന്തായിരിക്കും? കാരണം കുറച്ച് മുമ്പേ പറഞ്ഞായിരുന്നു ഹൈദരാബാദ്. അത് കുഴപ്പമില്ല, പറഞ്ഞോ. ഒരു രണ്ട് ഇത്രയേ ഉള്ളൂ. എന്ന് പറയുന്ന സംഘടനയ്ക്ക് വേണ്ടിയിട്ട് രാഷ്ട്രീയപരമായിട്ട് ഇപ്പോൾ ഒരുപാട് സപ്പോർട്ടുകൾ മിമിക്രി കലാകാരന്മാർക്ക് വേണ്ടി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിനെ സംബന്ധിച്ച് എന്താണ് പിണറായി സാർ പറയുവാണെങ്കിൽ പറയേണ്ടവ? എന്നൊക്കെ പറയാനുള്ളത്, മിമിക്രിക്കാരെന്ന് പറയുന്നത് മലയാളികൾ എപ്പോഴും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന കലാകാരന്മാരാണ്. അവരുടെ എനിക്ക് ചിരി വരുന്നു. എന്നെ നോക്കിയിട്ടാണോ ചിരി വരുന്നത്? എക്സ്പ്രഷൻ ചെയ്യുമ്പോഴേ മനസ്സിലായി, കുഴപ്പമില്ല. എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കാണ്. എല്ലാവരും ഉണ്ട്. അതെ. ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റിന് ഇങ്ങനെ ആൾക്കാരെ കാണുമ്പോൾ നാണം ചിരി വരുന്നത് എനിക്ക് അത്ഭുതമാണ്. കാരണം മഹേഷ് കുഞ്ഞുമോൻ പേര് പോലെ തന്നെ ഭയങ്കര നിഷ്കളങ്കമായ ഒരാളാണ് കേട്ടോ. പേഴ്സണലി എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഭയങ്കര സ്നേഹമൊക്കെ ഉള്ള, ഭയങ്കര എളിമയൊക്കെ ഉള്ള നല്ലൊരു കുഞ്ഞ് പോലാണ്. ആൻഡ് ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മുടെ 2K കിഡ്സിന് വേണ്ടിയിട്ട് മാത്രമല്ല, ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി, സ്പെഷ്യലി ഞാനും വേടനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. വേണ്ട ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പാടിത്തരാം. ശ്രമിക്കാം. ഇത് അനുകരണമാണ്, ചിലപ്പോൾ സക്സസ് ആവാം, പാടിപ്പോവാം. ഓക്കെ. കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, കണ്ണീരല്ല മവളല്ലേ കട്ടത്, കരയല്ല കടലല്ലേ കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ. കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, കണ്ണീരല്ല മവളല്ലേ കട്ടത്, കരയല്ല കടലല്ലേ കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ. അടിപൊളി. അപ്പം ഭാഷ ഒരുപാട് സന്തോഷം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരു അംഗം എന്നുള്ളൊരു സ്നേഹം ഇപ്പോഴും ഉണ്ട്, ഞങ്ങളുടെ പ്രാർത്ഥനകളുണ്ട്. ഇനി ഒരുപാട് അടിപൊളിയായിട്ട് നേരത്തെ ചോദിച്ചാൽ എങ്ങനെയാണ് ഇനി തൊണ്ടയിൽ നിന്ന് ഇത്രയും വ്യത്യസ്തമായ ശബ്ദങ്ങൾ, അത് ഇത്രയും കറക്റ്റായിട്ട് അല്ലേ, അതൊരു ഭയങ്കര വലിയ കഴിവ് തന്നെയാണ്. അപ്പം അടിപൊളിയാവട്ടെ. അപ്പം നമ്മുടെ പ്രേക്ഷകരോട് ഇന്ന് പറയാനുള്ള 1 2 ടോക്സിന്റെ പ്രേക്ഷകരോട്, അപ്പോൾ
മാ അസോസിയേഷൻ്റെ ജനറൽ ബോഡി മീറ്റിംഗ് ആദ്യമായിട്ടാണ് ഒരു മീഡിയ കവറേജ്, അത് 1-2 ടോക്സ് ആണ് ചെയ്യുന്നത്. ഇനി അടുത്ത ജനറൽ ബോഡിയും 1-2 ടോക്സ് ആണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഞങ്ങളെ കാണുന്ന പ്രേക്ഷകർ മിമിക്രി ഇനിയും സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്ക് ഇനിയും സപ്പോർട്ട് ചെയ്യുക, പുതിയ പുതിയ താരങ്ങൾക്ക് പുതിയ പുതിയ അവസരങ്ങൾ കൊടുക്കുക. നിങ്ങളുണ്ടെങ്കിലേ ഞങ്ങളുള്ളൂ, അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. അപ്പോൾ താങ്ക് യു ആശ, താങ്ക് യു വെരി മച്ച്. മൈജി വീട്ടിലൊരു വാഷിംഗ് മെഷീൻ എന്ന പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ അടുത്തുള്ള മൈജി ഫ്യൂച്ചർ സ്റ്റോറിലെത്തൂ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.